കൊടിയേറ്റം കഴിഞ്ഞു, ഉത്സവവും ആരംഭിച്ചു. പക്ഷേ ഇതിപ്പോഴൊന്നും തീരുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ. പറഞ്ഞു വരുന്നത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ്. രാഹുലിൻ്റെ പേരിലുള്ള കേസും കേസാന്വേഷണവും രാജിവെപ്പും പിരിച്ചുവിടലും അങ്ങനെ തുടങ്ങി ഇതിപ്പോൾ എവിടെയോ ചെന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ്. അതൊക്കെ പോട്ടെ, ഓണക്കാലമല്ലേ, ഒരു ഓണ വീഡിയോ കണ്ടാവാം തുടക്കം. കണ്ടു നോക്ക്. ഈ രാഹുൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ട്രോൾ ഏതാ, അല്ലെങ്കിൽ ചിരിപ്പിച്ച ട്രോൾ ഏതാ? അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ട്രോൾ ഉണ്ട്. ചിരിപ്പിച്ച് എന്ന് വെച്ചാൽ ട്രോള് രണ്ട് രീതിയിലാണല്ലോ. ഈ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, രാഹുലിന് ഈ കുണുവാവിന്ന് പേരിട്ടതാരാ? സത്യത്തിൽ അത് പിന്നെ ഞാനൊരാളെ വിളിച്ചു, വിളിച്ചു കഴിഞ്ഞ അല്ല ഞാനത് പറയുന്നില്ല, അത് കഴിഞ്ഞ് രാഹുലിന്റെ പേരിലായതല്ലേ? രാഹുലാണ്. ഞാനൊരാളെ വിളിച്ചു, അതായത് ആ സമയത്ത് അത് മറ്റേ നമ്മുടെ ഈ ചുമരുമ കൊണ്ട് തെറിച്ചു വേണം. അത് കറക്റ്റ്. ചുമരിൽ കൊണ്ട് തിരിച്ച് തൻ്റെ മോന്തയ്ക്ക് തന്നെ വന്നുകൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓണക്കാലത്തെ ഒരു വീഡിയോ ക്ലിപ്പാണിത്. കുണുവാവ എന്ന് മാത്രമേ കഴിഞ്ഞ വർഷം പുള്ളിക്കാരനൊരു പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആൾക്കില്ലാത്ത പേരുകളോ പേരുദോഷങ്ങളോ ഒന്നുമില്ല. എല്ലാം കൊണ്ടും ഒരു സമാപ്തി രസത്തിലാണിപ്പോൾ ഉള്ളത്. ഹൂ കെയേഴ്സ്, ഗിരിരാജൻ കോഴി, പ്രണയരോഗി, വ്യാജക്കാർഡുകാരൻ, അങ്ങനെ തുടങ്ങി വഷളൻ. ഇപ്പം ഇതാ പുതിയതായിട്ട് നമ്മുടെ GPay വഴിയായിട്ട് പുള്ളിക്കാരൻ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. GPay വഴിയും ചാറ്റ് ചെയ്യാമെന്ന്. പിന്തുണച്ചവർ ഓരോരുത്തരായി കൈമലർത്തിയപ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്നവർ ചിലർ. തെളിവുകളെല്ലാം കിട്ടിയിട്ടും ഇതൊക്കെ വ്യാജമായിരിക്കുമെന്നും പുനർപരിശോധന വേണമെന്നും പറഞ്ഞവർ മറ്റു ചിലർ. ഇങ്ങനെ പോയാൽ അടുത്ത ഓണക്കാലത്തും ചർച്ചയ്ക്കുള്ള ടോപ്പിക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. റിനി ആൻഡ് ജോർജ്, അവന്തിക എന്ന് തുടങ്ങി ഇപ്പോൾ മാധ്യമപ്രവർത്തകയായ ഒരു സ്ത്രീയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്നലെ വരെ അത് 1 ആയിരുന്നു, പക്ഷേ ഇന്നത് 2 ആയിട്ടുണ്ട്. എണ്ണം കൂടാതെ നോക്കണം കേട്ടോ രാഹുൽ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ നാട്ടില് അതായത് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. ഞാൻ തപ്പി നോക്കിയപ്പോ റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള്, നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിചുമ്രിച്ച് നിൽക്കുന്ന ഒരാളാണ്. അല്ല, ഒന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് വ്യക്തിപരമായ ആക്ഷേപമാണെന്ന് തെറ്റിദ്ധരിച്ചാലോ. അങ്ങനെയല്ല, ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ പിന്നെ എന്താ, എനിക്ക് പ്രണയമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ക്യാമറ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ പോലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ കണ്ടോ, ഇപ്പോൾ എവിടെ നോക്കിയാലും മെറ്റീരിയൽ മാത്രമാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരു മാധ്യമപ്രവർത്തകയുടെ കാര്യം? ഗർഭചിത്തം നടത്താൻ പ്രേരിപ്പിച്ചു എന്നതാണ് മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള കേസ്. ഇന്നലെ വരെ അത് 1 ആയിരുന്നു, പക്ഷേ ഇന്ന് അത് 2 ആയി മാറിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വന്ന വോയിസ് ക്ലിപ്പ്, വീഡിയോ ഒക്കെയാണ് ഇതൊക്കെ. ഒരു പുതിയ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, എന്താണ് യുവതി പറയുന്നത്? ശബ്ദരേഖ കേൾക്കാം. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? തന്റെ പെർമിഷൻ ലെവലിൽ താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സാധാരണമേത് അസാധാരണമേത് നന്നേ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ടോ, ഇപ്പോൾ രാഹുലിനെ ഏത് പേര് വിളിക്കണമെന്നും ആൾക്കാർക്ക് കൺഫ്യൂഷനാ. നിറയെ ഉണ്ടല്ലോ അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയൻ എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്ന വളരെ ചുരുക്കം പേരെയാണ് കണ്ടിട്ടുള്ളത്. ഈ അറസ്റ്റിനും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ എന്ന പേര് പറയാതിരിക്കാൻ രാഹുൽ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വിജയൻ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്തത്. അത് എന്താ അതിന്റെ പിന്നിൽ? അദ്ദേഹത്തിന്റെ പേരാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അപരനാമമോ അദ്ദേഹത്തെ പരിഹസിച്ച് വിളിക്കുന്ന ഏതെങ്കിലും പേരോ അല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ്. ഒരാളുടെ പേര് പറയുന്നതിനകത്ത് തെറ്റ്. ഇപ്പോ CPM നേതാക്കന്മാരും പ്രവർത്തകരും അവര് ഉമ്മൻചാണ്ടി എന്നല്ലേ പറയുന്നത്, AK ആന്റണി എന്നല്ലേ പറയുന്നത്, കരുണാകരൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിനകത്ത് പേര് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനൊക്കെ എന്താ പറയാ? മുൻപും ഞാൻ രാഹുൽ മുന്നേ പറഞ്ഞ ലിസ്റ്റിലെ ആൾക്കാരെല്ലാരും തുനിഞ്ഞിറങ്ങിയാലുണ്ടല്ലോ, ഇതിവിടെ ഒന്നും നിൽക്കില്ല. കാര്യം എന്തോ ആയിക്കോട്ടെ, ക്രൈം ബ്രാഞ്ച് കേസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ചോളും സത്യമേത് ശരിയേത് എന്നൊക്കെ. ഇപ്പം തന്നെ കണ്ടില്ലേ, 1 ഗർഭചിത്രത്തിൻ്റെ കഥ 2 ആയിട്ടുണ്ട്.
അതിന് ആസ്പദമാക്കിയ റിപ്പോർട്ടുകളും ഹോസ്പിറ്റൽ രേഖകളും ഒക്കെ അവർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടറിവ്.